ഹായ് ഹലോ മച്ചാമാർ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ചായിട്ട് വീഡിയോയും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. നമ്മൾ പണീൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാറില്ല. അപ്പോൾ മച്ചാമാർ, നല്ല അടിപൊളി പണിയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നടന്നിട്ടുള്ളൊരു പണിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിൽ എത്തിക്കാൻ പോകുന്നത്. ക്ലാത്തി, അതുപോലെ തന്നെ ചെരുപ്പ്, പല തരത്തിൽ അറിയപ്പെടുന്ന മരപ്പാങ്ക്ലാത്തി, തെക്കോശങ്ങളിലൊക്കെ മരപ്പാങ്ക്ലാത്തി, അതുപോലെ തന്നെ ക്ലാത്തി, നമ്മുടെ നാട്ടിൽ പല പേരിലും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. ആ മീനാണെന്ന് പിടിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഈ മീൻ കിട്ടുന്നത് ബോട്ടുകാർക്കാണ്. പക്ഷേ നമ്മുടെ വഞ്ചിക്കാർ കരയും മീനില്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് പുറംകടലിൽ പോയിട്ട് മീൻ പിടിച്ച് കൊണ്ടുവന്നിട്ടുള്ള മീനാണിത്. ആവോലിക്ക് പോയ വള്ളക്കാർക്ക് കിട്ടിയിട്ടുള്ള വഞ്ചിക്കാർക്കും കിട്ടിയിട്ടുള്ള മീനാണ് ഈ മരപ്പാങ്ക്ലാത്തി. അതുപോലെ തന്നെ ഒരുപാട് മീൻ മച്ചാന്മാർ, ഒരുപാട് മീൻ വരാനുണ്ട് ഇതുപോലെ തന്നെ. അതുപോലെ തന്നെ നമ്മളുള്ള ഇപ്പോൾ പരപ്പനങ്ങാടി ഹാർബറിലാണ്. പരപ്പനങ്ങാടി ഹാർബറിലെ കാഴ്ചയും കാര്യങ്ങളൊക്കെയാണ്, വിശേഷങ്ങളൊക്കെയാണ് നിങ്ങൾ എത്തിക്കുന്നത്. അപ്പോൾ മച്ചാന്മാരെ, ഇവിടെ വന്നിട്ടുള്ള മീൻ എന്തൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പരപ്പനങ്ങാടി ഹാർബറിൽ എന്തൊക്കെ മീനാണ് വന്നിട്ടുള്ളത് നോക്കാൻ പോകുന്നത്. മാന്തൽ വന്നിട്ട് മച്ചാന്മാരെ, നല്ല അടിപൊളി മാന്തലാണ്. പക്ഷേ ഇറച്ചിയില്ലാത്ത തൊലി ചെറുതായിട്ടുള്ള മാന്തലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ടേസ്റ്റ് ഉണ്ടായെങ്കിലും പക്ഷേ ഇറച്ചിയില്ലാത്ത മാന്തലാണ്. അപ്പോൾ ആ മാന്തലിൽ ആ വിലക്കാണ് നമ്മുടെ ഹാർബറിൽ പോയിട്ടുള്ളത്. അതുപോലെ തന്നെ സൂത വരാനുണ്ട്, സൂത വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മുടെ ഹാർബറിൽ വന്നിട്ടുള്ളത് ക്ലാത്തിയാണ്. നമ്മൾ ഈ കടപ്പുറം മേഖലയിൽ ആദ്യമായിട്ടാണ് ഇത്രയും അധികം ക്ലാത്തി പിടിച്ചിട്ടുള്ളത്. ആ വഞ്ചിക്കാർ, അതുപോലെ തന്നെ കോരക്കാരും, നല്ല അനുഭവ സമ്പത്തുള്ള ഒരുപാട് കോരക്കാർ ആളുകളും പറയുന്നുണ്ട്. ആദ്യമായിട്ട് അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം ക്ലാത്തി പിടിച്ചിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ മാന്തൾ പിടിച്ചിട്ടുണ്ട്. മാന്തൾ ഏകദേശം നല്ല റേറ്റിനാണ് പോകുന്നുള്ളത്. ആ മച്ചാമാരെ, ഈ മീൻ കിട്ടിയിട്ടുള്ള വഞ്ചിക്കാരെന്ന് വെച്ചാൽ പുറംകടലിൽ ആഗോലിക്ക് പോയിട്ടുള്ള വഞ്ചിക്കാരിക്കാണ് ഈ മീൻ കിട്ടിയിട്ടുള്ളത്. ക്ലാത്തി, അതുപോലെ തന്നെ അയിലയുണ്ട്, നല്ല ഫ്രഷ് ആയിട്ടുള്ള അടിപൊളി ഏകദേശം 7 കൗണ്ടൊക്കെ നിൽക്കുന്ന അയില നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. അയില കച്ചവടമുണ്ട്. അതുപോലെ തന്നെ സൂതലുണ്ട്, സൂതാ മീനുണ്ട്. അതുപോലെ തന്നെ ക്ലാത്തി, ഏറ്റവും കൂടുതലായിട്ട് വന്നിട്ടുള്ളത് ക്ലാത്തി എന്ന് പറഞ്ഞ മീനാണ്. ക്ലാത്തി മീനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കറി വെച്ച് കഴിക്കാൻ ഉപയോഗിക്കാത്ത മീനാണ്. ഇത് ഏറ്റവും കൂടുതൽ പോകുന്ന ചപ്പിനാണ്, പൊടിക്കാൻ വേണ്ടി പോകുന്ന മീനാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ തോല് ഭയങ്കര കട്ടിയായിരിക്കും, നമുക്ക് കട്ട് ചെയ്യാൻ. അതുപോലെ തന്നെ അതിനെല്ലാം വളരെയധികം ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇത് കഴിക്കാനെടുക്കാത്തത്. ഇതിൽ തന്നെ ഈ ക്ലാത്തി ഐറ്റംസിൽ തന്നെ വൈറ്റ് ക്ലാത്തി വരുന്നുണ്ട്. കുറച്ച് നല്ല വലിയതൊക്കെ ഏകദേശം നമ്മുടെ ഹാർബറിലൊക്കെ വെട്ടി കറി വെക്കാൻ പോകും നമ്മൾ കണ്ടിട്ടുണ്ട്. ആ മച്ചാന്മാരെ, ക്ലാത്തി കൊണ്ടൊരു കഥയാണ് നമ്മുടെ ഹാർബറിൽ, പരപ്പനങ്ങാടി ഹാർബറിൽ. അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള എല്ലാ ഹാർബറുകളിലും ഇതുപോലെ തന്നെ ക്ലാത്തി പിടിച്ചിട്ടുണ്ട്. സൂതാ മീൻ ഇറക്കുന്ന കാഴ്ചയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി വലിയ സൂത, ഏകദേശം 1.5 കിലോന് 1 kg ഒക്കെ വരുന്ന സൂത ഇറക്കുന്ന കാഴ്ചയും കാര്യങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ, ഒരു 4 മേടിച്ചോ? ഞാനവിടെ ഇറങ്ങിയാലും ഒന്നും എടുത്ത് വീഴും. ഞാനിറങ്ങിയാൽ ഒന്നും എടുത്തു. മച്ചാന്മാർ, ഇതുപോലുള്ള നല്ല നല്ല അറിവും കാര്യങ്ങളൊക്കെ നമ്മുടെ ഹാർബറിൽ പിടിക്കുന്ന മീനിൻ്റെ ചാകരയും കാര്യങ്ങളൊക്കെ വേണ്ടി ഇനിയും നമ്മൾ വരുന്നതായിരിക്കും നമ്മുടെ വീഡിയോയിലൂടെ. അപ്പോൾ മച്ചാന്മാരെ, വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മളും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് വഴിയായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യില്ല. അപ്പോൾ നമ്മൾ ജോലിൻ്റെ ഇടയിലൂടെ എടുക്കുന്ന വീഡിയോയും കാര്യങ്ങളും ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് കൂടെ തരാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവർ ഗുഡ് ബൈ.